വിശുദ്ധ ഗ്രന്ഥം പൂർണ്ണമായും ആഴത്തിലും മനസ്സിലേക്ക് പതിപ്പിച്ച് ഏവർക്കും അതിൻ്റെ വെളിച്ചം പകർന്നു നൽകുവാൻ ജീവിതത്തിൻ്റെ ഏതാണ്ട് എല്ലാ സമയവും സതീഷ് വിനിയോഗിച്ചുകൊണ്ടിരുന്നു. മാത്രമല്ല, അത്തരം അറിവുകൾ ലോഗോസ് പോലുള്ള ബൈബിൾ വിജ്ഞാനങ്ങളെ പങ്കുവെക്കുന്ന വേദികളിൽ ഫലപ്രദമായി ഉൾക്കൊള്ളിക്കുവാനും അദ്ദേഹത്തിന് സാധ്യമായി. ഞാൻ 4 വർഷങ്ങൾക്ക് മുമ്പ് കേരളശ്ശേരി ഇടവകയിലേക്ക് കടന്നു വന്നപ്പോൾ പരിചയപ്പെട്ട ഒരു അത്ഭുത ജീവിതമാണ് സതീഷിൻ്റേത്. അരയ്ക്ക് താഴെ തളർന്നു കിടക്കുമ്പോഴും പ്രാർത്ഥനയിലൂടെ അനേകർക്ക് കരുത്തും ശക്തിയും പകർന്നുകൊണ്ട് പ്രതീക്ഷയുടെ ഒരു ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിത്വം. എന്നെ ഏറെ അത്ഭുതപ്പെടുത്തിയത് ബൈബിള് മുഴുവനുമായിട്ട് വായിച്ച് പഠിച്ച് അതിൻ്റെ അർത്ഥമൊക്കെ മനസ്സിലാക്കി അനേകർക്ക് ആശ്വാസം പകർന്നു കൊടുക്കുന്ന ഒരു ജീവിതമായിരുന്നു സതീഷിൻ്റേത്. വന്നതിന് ശേഷം ലോഗോസ് ക്വിസ് പരീക്ഷയിൽ രൂപതാ തലത്തിലും 2 പ്രാവശ്യം സംസ്ഥാന തലത്തിലും സമ്മാനാർഹനായ വ്യക്തിയാണ് സതീഷ്. സംസ്ഥാന തലത്തിൽ പങ്കെടുത്ത് 1 വർഷം മാത്രമേ പങ്കെടുത്തുള്ളൂ എങ്കിലും അത് ഒരു വലിയ അനുഭവമായിട്ട് സതീഷ് പങ്കുവച്ചു. ബൈബിള് പഠിക്കുക എന്നുള്ളത് വലിയൊരു ജീവിതത്തിൻ്റെ വിജയമായിട്ട് കരുതിക്കൊണ്ട് അത് മുഴുവനും പഠിച്ച് അത് ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് പ്രാർത്ഥനയിലൂടെയും പകർന്നു കൊടുക്കുന്ന ഒരു ജീവിതമായിട്ട് ഇന്ന് സതീഷ് തുടരുകയാണ്. ഇവിടെ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിലും സജീവമായിട്ട് പങ്കാളിയായി എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് പ്രാർത്ഥനയുടെയും അതിലുപരി വലിയ ആശ്വാസത്തിൻ്റെയും പ്രതീക്ഷയുടെയും ജീവിതം മറ്റുള്ളവർക്ക് പകർന്നു നൽകുന്ന സതീഷിൻ്റെ ജീവിതത്തിന് എല്ലാ പ്രാർത്ഥന ആശംസകളും ഞാൻ നേരുന്നു. സതീഷിൽ ജീവനുണ്ട്, ജീവന്റെ വചനമുണ്ട്. സതീഷിന്റെ വാക്കുകളിൽ ജീവന്റെ വചസ്സുകളുണ്ട്. അത് ഈ ഗ്രാമത്തെ സംബന്ധിച്ചിടത്തോളം, ഈ ഇടവകയെ സംബന്ധിച്ചിടത്തോളം സതീഷ് എന്നും ഒരു അത്ഭുതമാണ്. കാരണം ലോഗോസ് തുടങ്ങിയിട്ടുള്ള പരീക്ഷകളിൽ വചനങ്ങളോട് കാണിക്കുന്ന, ആ വചന ജീവിതത്തോട് കാണിക്കുന്ന അഗാധമായ അവൻ്റെ അറിവ്, ആ പാണ്ഡിത്യം, ആ വായനാശീലം നമുക്ക് ദർശിക്കാൻ കഴിയുന്നതാണ്. അവൻ്റെ മുഖത്ത് നാം തെളിഞ്ഞു കാണുന്ന ഒരു സമാധാനത്തിൻ്റെ, ശാന്തിയുടെ ഒരു വലിയ സന്ദേശമുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ കാലഘട്ടത്തിൽ ക്രൈസ്തവർ അവരുടെ ജീവിതത്തിൽ പാഠമാക്കേണ്ട ഒരു വലിയ മുഖദർശനമാണ്. കാരണം ക്രൈസ്തവന്റെ മുഖമുദ്ര സ്നേഹമാണ്. ദൈവികമായ അറിവുകൾ, അനുഭവങ്ങൾ, ആനന്ദം, അങ്ങനെ സർവ്വതും മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകാൻ സതീഷിന് തിടുക്കമാണ്. അതിനുള്ള പ്രേരണ ദൈവം അനുവദിച്ചു തന്ന അനുഗ്രഹമാണ്, തൻ്റെ പരിമിതികൾ എന്ന തിരിച്ചറിവാണ്. സതീഷിൻ്റെ പ്രാർത്ഥനകൾ ഇടവക വൈദികനിലൂടെയും സന്യസ്തരിലൂടെയും ശുശ്രൂഷകരിലൂടെയും സഫലമായിരിക്കുന്നു. ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ അദ്ദേഹത്തിനൊപ്പം ധാരാളം പേർ ഇന്ന് തിരുസന്നിധിയിൽ ഒത്തുചേരുന്നു. 2-3 പേർ ചേരുമ്പോൾ അവിടെ ഈശോയുടെ സാന്നിധ്യമുണ്ട് എന്ന വലിയ സത്യം അനുഭവിച്ചുകൊണ്ട് ഈ ഇടവക ദേവാലയത്തിലെ പ്രാർത്ഥനാ കൂട്ടായ്മ തുടങ്ങണം എന്ന് എന്നോട് ആദ്യമായി ആവശ്യപ്പെട്ടതും ഈ പ്രാർത്ഥനാ കൂട്ടായ്മയുടെ ഉറവിടവും ആയത് സതീഷ് തന്നെയാണ്. ഒരുമിച്ച് പ്രാർത്ഥിക്കണം സിസ്റ്റർ, അതിനായി ഒരിടം വേണം, അതിനായി അനുവാദം വാങ്ങിത്തരണം, നമുക്കെല്ലാവർക്കും ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കണം, കർത്താവിനോട് പ്രാർത്ഥിച്ച് അനേകം അക്രൈസ്തവ മക്കളിലും ദൈവവിശ്വാസം, ഈശ്വര ചൈതന്യം വളർത്തണമെന്ന് അത്യാഗ്രഹത്തോടെ അഭിഷേകത്തോടെ അറിയിച്ചവനാണ് സതീഷ്. അന്ന് തുടങ്ങിയ പ്രാർത്ഥനാ കൂട്ടായ്മ ഇന്നും വളരെ അഭിഷേകത്തോടെ തുടർന്നുകൊണ്ട് പോകുവാൻ സാധിക്കുന്നു എന്നതിൽ അഭിമാനമുണ്ട്. കർത്താവിനോട് നന്ദിയുണ്ട്. വർഷങ്ങൾക്ക് മുൻപ് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഒരു പ്രേരണയാൽ ബഹുമാനപ്പെട്ട സതീശൻ, ഇന്ദിര ഇവരുടെ ഉള്ളിൽ കിടന്ന വലിയൊരു ആഗ്രഹത്തിൻ്റെ ഫലമായിട്ടാണ് ഇവിടെ ഇങ്ങനൊരു പ്രാർത്ഥനാ ഗ്രൂപ്പ് ആരംഭിക്കാനായിട്ട് ഇടയായത്. സതീശൻ
എന്നോട് പറഞ്ഞു, ബ്രദറെ ഇവിടെ വന്ന് ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പ് തുടങ്ങി ഈ നാട്ടിലെ അനേകം ആത്മാക്കളെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കാൻ അത് ഉപകരിക്കുമെന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പരിശുദ്ധാത്മാവ് ശക്തമായൊരു പ്രേരണ കൊടുത്തു. റോമാലേഖനം 5-ാം അധ്യായം 5-ാം വാക്യം, പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. ഞാൻ അന്ന് ചിന്തിച്ച ഒരു കാര്യം ഇതാണ്. തളർന്നു കിടക്കുന്ന, എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത, സ്വന്തം പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ പറ്റാത്ത സതീശൻ്റെ മനസ്സിൽ കിടക്കുന്ന ഒരു ചിന്ത, ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പ് തുടങ്ങുക. ഞാൻ ഈ 10-28 വർഷത്തെ ശുശ്രൂഷയ്ക്കിടയ്ക്ക് ഒരുപാട് രോഗികളെയും ഒരുപാട് വേദനിക്കുന്നവരെയും കണ്ടിട്ടുണ്ട്. അവരൊക്കെ പറഞ്ഞത്, ബ്രദറെ ഇത് സൗഖ്യം കിട്ടാൻ പ്രാർത്ഥിക്കണം, എനിക്ക് സൗഖ്യം കിട്ടണം. എന്നാൽ സതീശൻ കണ്ടുമുട്ടിയ ആ ദിവസം എന്നോട് പറഞ്ഞത്, ഫ്രാൻസ് ബ്രദറെ നമുക്ക് ഈ പള്ളിയിൽ ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പ് തുടങ്ങണം, എന്നിട്ട് എനിക്ക് അനേകം ആത്മാക്കളെ യേശുവിലേക്ക് അടുപ്പിക്കണം, യേശുവിലേക്ക് അടുപ്പിക്കണം. എത്ര മനോഹരമായ ചിന്തയാണ്. ഇവിടെ പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല എന്ന് പറയുന്നത്, അതായത് എനിക്കൊരു രോഗസൗഖ്യം കിട്ടും, സാമ്പത്തിക നേട്ടം ഉണ്ടാക്കും എന്നുള്ളൊരു പ്രത്യാശയല്ല, മറിച്ച് എൻ്റെ ഉള്ളിൽ യേശുക്രിസ്തു ജീവിക്കുന്നു എന്നുള്ളതാണ്. സങ്കീർത്തനം 34:10 പറയുന്നു, സിംഹകുട്ടികൾ ഇര കിട്ടാതെ വിശന്നു വലഞ്ഞേക്കാം, കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവില്ല. അതേ പ്രിയപ്പെട്ടവരെ, ഈ വചനമാണ് എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമായത്. നമ്മുടെ ജീവിതത്തിലുണ്ടാവുന്ന ഓരോരോ സഹനങ്ങളും വേദനകളും എങ്ങനെയാണ് നമ്മൾ സ്വീകരിക്കുക? നമ്മൾ മറ്റുള്ളവരിലേക്ക് നമ്മൾ നോക്കി, നമ്മളെക്കാൾ വേദന അനുഭവിക്കുന്നവരിലേക്ക് നോക്കി ആ വേദനകളെല്ലാം നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ വേദനകൾ നിസ്സാരമായി നമുക്ക് കാണാം. എനിക്കൊരു അനുഭവം ഉണ്ടായത് ഞാൻ ഓർക്കുക. കോയമ്പത്തൂർ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഏതാണ്ട് 20 വർഷം മുമ്പ് ഞാൻ വീൽ ചെയറിൽ ഇരുന്ന് എല്ലാ രോഗികളെയും കാണാൻ പോകുന്ന ഒരു സന്ദർഭത്തിൽ കഴുത്തിന് താഴ്പോട്ട് പൂർണ്ണമായും തളർന്നുപോയി, കൈ പോലും അനക്കാൻ പറ്റാതെ കിടക്കുന്ന ഒരു ചേച്ചിയുമായി സംസാരിക്കാനിട വന്നു. അപ്പോഴാണ് പ്രിയപ്പെട്ടവരെ ഞാൻ എന്നിലേക്ക് തന്നെ നോക്കിയത്. കർത്താവ് 2 കൈകൾ തന്നിട്ടുണ്ട്. എല്ലാം ചെയ്യുവാനും, ഭക്ഷണം കഴിക്കുവാനും, ചായ കുടിക്കുവാനും, ബാത്റൂമിൽ പോകാനും, വീൽ ചെയറിൽ ഒറ്റയ്ക്ക് ഇരിക്കാനും എല്ലാം ഈ കൈ കൊണ്ട് ചെയ്യാൻ പറ്റുന്നു. ആ ചേച്ചിക്കാണെങ്കിൽ എല്ലാറ്റിനും പരസഹായം വേണം. നമ്മൾ നമ്മുടെ വേദനകൾ അപ്പോഴാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റുക. ഈശോയെ, നീ തന്ന ശരീരത്തിലെ ഓരോ അവയവങ്ങളും എത്ര വിലപ്പെട്ടതാണെന്നും ആ ശരീരത്തിൻ്റെ അവയവങ്ങൾ നഷ്ടപ്പെടും, ആ ഓരോ അവയവങ്ങളും നഷ്ടപ്പെടുമ്പോഴാണ് അതിൻ്റെ വില എന്തെന്ന് നമുക്കറിയാൻ സാധിക്കുക. അതുകൊണ്ട് നമ്മളെക്കാൾ വേദന അനുഭവിക്കുന്നവരിലേക്ക് നമുക്ക് നോക്കി, എന്തിനു പറയുന്നു, റീജിയണൽ ക്യാൻസർ സെൻറ്ററിൽ തൊണ്ടയ്ക്ക് ക്യാൻസർ വന്ന് ഒരു തുള്ളി വെള്ളം പോലും ഇറക്കാൻ പറ്റാതെ വേദനിച്ച് കഴിയുന്ന ഒത്തിരി മക്കളുണ്ട്. നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് അവരെയൊക്കെ ഒന്ന് ഉൾപ്പെടുത്തി അവരെ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം എത്ര ധന്യമാണ് പ്രിയപ്പെട്ടവരെ. അപ്പോൾ ജീവിതത്തിലുണ്ടാവുന്ന എല്ലാ സഹനങ്ങളും കർത്താവിൻ്റെ കരങ്ങളിൽ നിന്ന് പരാതി കൂടാതെ, യാതൊരു പരിഭവം കൂടാതെ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കും. ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുക. ഇവിടെ ആരോഗ്യമുള്ളവരെ കൊണ്ട് കഴിയുന്നില്ല. അപ്പോഴാണ് വീൽ ചെയറിൽ ഇരുന്ന് സ്വന്തം ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ പറ്റാത്ത വിധത്തിൽ ശരീരം ബലഹീനമായ ആ വ്യക്തിയിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് ഒരു വലിയ പ്രാർത്ഥനാ ഗ്രൂപ്പ് ഫോം ചെയ്യുക, അതിനുവേണ്ടി ആൾക്കാരെ സംഘടിപ്പിക്കുക. ഉള്ളിൽ എന്തുമാത്രം ദൈവസ്നേഹം നിറഞ്ഞു നിൽക്കുന്നു, എന്തുമാത്രം പ്രത്യാശ ആ മനുഷ്യൻ്റെ ഉള്ളിലുണ്ട്. ഞാനിങ്ങനെ കിടന്നാലും ഇങ്ങനെ ഇരുന്നാലും എനിക്ക് ചെയ്യാൻ പറ്റുന്ന നന്മ അത് അർഹതപ്പെട്ടവർക്ക് ചെയ്യണമെന്നുള്ള അദ്ദേഹത്തിൻ്റെ സ്വപ്നം വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രിയപ്പെട്ടവരെ, ആ മുഖത്ത് കാണുന്ന പ്രത്യാശ, ആ സംസാരത്തിൽ കാണുന്ന സന്തോഷം. ഞാൻ ഒരുപാട് പ്രാവശ്യം സതീശനുമായിട്ട് സംസാരിച്ചിട്ടുള്ള ആളാണ്. വീട്ടിൽ 2 പ്രാവശ്യം പോയിട്ടുള്ള ആളാണ്. ഒരിക്കൽ പോലും അദ്ദേഹത്തിൻ്റെ രോഗാവസ്ഥയെക്കുറിച്ചോ അദ്ദേഹത്തിൻ്റെ ഈ കുറവിനെക്കുറിച്ചോ ഒരു പ്രാവശ്യം പോലും ആ മനുഷ്യൻ എന്നോട് പരാതി പറഞ്ഞിട്ടില്ല, ഒരിക്കൽ പോലും. എപ്പോഴും സന്തോഷം, എപ്പോഴും യേശു ഉള്ളിലുണ്ടല്ലോ ബ്രദറെ, നമുക്കത് മതി എന്ന് പറയുന്ന ഒരു സ്വരം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ തൻ്റെ ഉള്ളിലേക്ക് വന്ന യേശു ക്രിസ്തുവിൽ ജീവിച്ച് ഒരു രോഗസൗഖ്യത്തിന് പ്രാധാന്യം നൽകാതെ, അല്ലെങ്കിൽ ശാരീരികമായ എന്തെങ്കിലും ഒരു കുറവുകളിലേക്ക് നോക്കി നിരാശപ്പെടാതെ ആ മനുഷ്യനിൽ ജീവിക്കുന്ന യേശുവിൻ്റെ ആ ചൈതന്യത്തിൽ നിന്ന് അദ്ദേഹം അനേകർക്ക് വേണ്ടി സുവിശേഷ വേല ചെയ്യാണ്.
പ്രൈസ് ദ ലോർഡ്. ദേവാലയത്തിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരണമെങ്കിൽ വണ്ടി വേണം, ഇവിടെ വന്നിരുന്നാൽ വീൽ ചെയർ വേണം, ഇവിടെ കയറ്റിയിരുത്താൻ ആൾക്കാർ വേണം, തിരിച്ച് വാഹനത്തിൽ എല്ലാത്തിനും ആൾ വേണം. എന്നാലും ഒരു ഞായറാഴ്ച പോലും മുടങ്ങാതെ ഈ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ വരുന്ന ഒരു വ്യക്തിയാണ് സതീശൻ. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. സമ്പത്തും ആരോഗ്യവും കഴിവും സ്വന്തം വാഹനങ്ങളും എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും ഇതിനൊന്നും മെനക്കെടാത്ത ഈ ലോകത്തിൽ സതീശനെ പോലെയുള്ള ഓരോ വ്യക്തി നമുക്ക് നൽകുന്നൊരു സന്ദേശമുണ്ട്. നമ്മുടെയൊക്കെ ഉള്ളിൽ യേശുക്രിസ്തു ഉണ്ടെന്നും ആ യേശുക്രിസ്തുവിൽ ജീവിച്ച് സമാധാനം നമുക്ക് പ്രാപിക്കാൻ പറ്റുമെന്നുള്ള യാഥാർത്ഥ്യം. എന്ന് വെച്ചാൽ രോഗസൗഖ്യം കിട്ടിയതുകൊണ്ട് ഒരു മനുഷ്യൻ സമാധാനം ഉണ്ടാകുന്ന നിർബന്ധമില്ല, എല്ലാം ഉണ്ടായതുകൊണ്ടാണ് നിർബന്ധമില്ല. ഇവിടെ സതീശൻ നമുക്ക് നൽകുന്ന ഒരു പാഠം എന്താണ്? ഈ പ്രാർത്ഥനാ ഗ്രൂപ്പിന് നേതൃത്വം നൽകി ഇതിലേക്ക് ആൾക്കാരെ വിളിച്ചു വരുത്തി ആ കിടന്ന കിടപ്പിൽ ഫോൺ വിളിച്ച് ആൾക്കാരെ സംഘടിപ്പിച്ച് ഈ പ്രാർത്ഥനാ ഗ്രൂപ്പ് മനോഹരമായിട്ട് മുന്നോട്ട് നയിക്കാൻ അദ്ദേഹത്തിൻ്റെ കഴിവും അദ്ദേഹത്തിൻ്റെ സമയവും അദ്ദേഹത്തിൻ്റെ സമ്പത്തും അദ്ദേഹം ചെലവഴിക്കുകയാണ്. ഞാൻ ദാനം കൂടാൻ പോയത് രോഗശാന്തി കിട്ടാൻ വേണ്ടിയിട്ടാണെങ്കിലും കർത്താവായ യേശുവിനെ അറിഞ്ഞ ആ അവസരങ്ങളിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സമാധാനവും സന്തോഷവുമാണ് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിനെ കുറിച്ച് അറിയുക, വിശ്വസിക്കുക, കർത്താവിൻ്റെ വചനമനുസരിച്ച് മുന്നോട്ട് പോകുമ്പോൾ എൻ്റെ ഈ ശാരീരികമായ വേദനകളൊക്കെ നിസ്സാരമായി തോന്നുക. കാരണം അതിനെക്കുറിച്ചൊന്നും പ്രാർത്ഥിക്കാൻ ഇപ്പോൾ എനിക്ക് ഒരു തോന്നുന്നില്ല എന്നുള്ളതാണ് സത്യം. നമുക്ക് റോമ 8:18 വചനം പറയുന്നു, നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണെന്ന്. അതേ പ്രിയപ്പെട്ടവരെ, ആ നിത്യതയിലേക്ക് ലക്ഷ്യമാക്കി ഈ ഭൂമിയിലുള്ള ഈ സഹനങ്ങളെ, എൻ്റെ ഈ വേദനകൾ എന്നും ഇത് മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുകയല്ല, മറിച്ച് ആത്മീയമായി വളരുവാൻ വേണ്ടി പരിശുദ്ധാത്മാവിൻ്റെ വലിയ നിറവ് ലഭിച്ചാൽ മാത്രമേ, ഞാൻ പറഞ്ഞു, വിശുദ്ധിയോടുകൂടി ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. ആ ഒരു വിശുദ്ധിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് പ്രാർത്ഥിക്കുന്നതും കർത്താവിൻ്റെ മുമ്പിൽ കണ്ണീരൊഴുക്കി യാചിക്കുന്നതും. ആ വലിയൊരു അഭിഷേകമാണ് ദൈവം എന്നിലേക്ക് ചൊരിഞ്ഞിരിക്കുന്നത്. ഈ സഹനമെന്ന് പറയുക തേൻ പോലെ മധുരിക്കാൻ തുടങ്ങി. കാരണം ഒരിക്കലും ഒരു പരാതിയോ പരിഭവമോ 24 വർഷം ഞാൻ ഈശോയോട് പറഞ്ഞിട്ടില്ല. കാരണം മത്തായിയുടെ സുവിശേഷം 10:30, നിങ്ങളുടെ തലയിലെ ഓരോ മുടിയിഴയും എണ്ണപ്പെട്ടിരിക്കുന്നു. കർത്താവ് അറിയാതെ, കർത്താവ് അനുവദിക്കാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല എന്നുള്ള ആഴമായൊരു വിശ്വാസമുണ്ടെങ്കിൽ, മാത്രമല്ല നിത്യതയെക്കുറിച്ചുള്ള ആഴമായൊരു ബോധ്യമുണ്ടാകുമ്പോൾ ഈ സഹനം മാറാൻ, രോഗം മാറാൻ പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. കാരണം പ്രഭാഷകൻ്റെ പുസ്തകം 18-ാം അധ്യായം 9-10 തിരുവചനം, മനുഷ്യൻ 100 വയസ്സ് വരെ ജീവിച്ചാൽ അത് ദീർഘായുസാണ്. നിത്യതയോട് തുലനം ചെയ്യുമ്പോൾ ഏതാനും വത്സരങ്ങൾ സമുദ്രത്തിൽ ഒരു തുള്ളി വെള്ളം പോലെയും ഒരു മണൽത്തരി പോലെയും മാത്രം. നിസ്സാരമായ ഈ ജീവിതത്തിന് വേണ്ടി, രോഗശാന്തിക്ക് വേണ്ടി കർത്താവിനോട് കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ചിട്ട് രോഗശാന്തി കിട്ടി പാപത്തിൽ വീണുപോയാൽ, പ്രിയപ്പെട്ടവരെ, എന്തു ഫലം? കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞ്, വിശുദ്ധിയും വിശ്വാസവും കൊണ്ട് നിറഞ്ഞ് നിത്യതയിലേക്ക് ലക്ഷ്യമാക്കാൻ, ജീവിക്കാനാണ് കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നതും അതിനു വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതും. ഞാൻ സതീഷിനെ പരിചയപ്പെട്ടിട്ട് ഒരു 5 വർഷത്തോളമായി. അവൻ്റെ ഈ പ്രാർത്ഥനാ ജീവിതത്തിൽ എനിക്ക് സതീഷിൽ നിന്നും ഏറ്റവും ഒരു അനുഗ്രഹപ്രദമായൊരു കാര്യം എന്ന് പറയുന്നത്, കർത്താവ് പറഞ്ഞൊരു വചനം, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. ആ ഒരു ദൈവത്തിൻ്റെ സ്നേഹം സതീഷിൽ നിറഞ്ഞു നിൽക്കുന്നത് എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഏതു നേരം പ്രാർത്ഥനയിലും മധ്യസ്ഥ പ്രാർത്ഥനയിലും മറ്റുള്ളവർക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, ഈ സഭ പീഡനം അനുഭവിക്കുമ്പോൾ ആ സഭയ്ക്ക് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ഒരു സതീഷിനെ ഞാൻ എപ്പോഴും കണ്ടിട്ടുണ്ട്. ഈ ഒരു ലോകത്ത് പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി അഭിഷേകം വെളിപ്പെടാൻ വേണ്ടിയിട്ടും ഓരോ മക്കളും പരിശുദ്ധാത്മാവിൽ നിറയപ്പെടാനും ഓരോ വിജാതീയരും യേശുവിൻ്റേതായി രൂപാന്തരപ്പെടാനും അവൻ ഓരോ നിമിഷവും പ്രാർത്ഥിക്കുന്നത് നമ്മൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് യേശുവിനോടുള്ള ആ സ്നേഹം അവൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. യേശുവിൻ്റെ വചനത്തിൽ ആഴപ്പെട്ടിട്ടുള്ള അവൻ്റെ ഒരു ജീവിതം കാണുമ്പോൾ നമുക്ക് ഒന്നുകൂടെ വിശ്വാസത്തിൽ വളരണം, നമുക്ക് ഒന്നുകൂടെ മറ്റുള്ളവരെ സ്നേഹിക്കണം എന്നൊരു പ്രചോദനം അവനിൽ നിന്നും കിട്ടാറുണ്ട് എപ്പോഴും. അവൻ ഏതു നേരം വചനം വായിച്ചും കൊന്ത ചൊല്ലിയും മാതാവിൻ്റെ മധ്യസ്ഥം തേടിയും വേദനിക്കുന്ന മക്കൾക്ക് വേണ്ടിയിട്ട്, അവശരായവർക്ക് വേണ്ടിയിട്ട്, പീഡനം അനുഭവിക്കുന്ന അവർക്ക് വേണ്ടിയിട്ട്, ആരുമില്ലാത്ത അനാഥർക്ക് വേണ്ടിയിട്ടൊക്കെ ഓരോ നിമിഷവും മധ്യസ്ഥ പ്രാർത്ഥന ചൊല്ലി ആ ഓരോ നിമിഷവും അവൻ ചെലവിടുന്നത് കാണുമ്പോൾ അവനോട് ഞാൻ ചോദിക്കാറുണ്ട്,
ഇതെങ്ങനെയാണ് സാധിക്കുന്നത് എന്ന് പറയുമ്പോൾ അവൻ എനിക്ക് ഉത്തരം തരാറുണ്ട്. എനിക്ക് സമയം ഒന്നിനും തികയുന്നില്ല. 24 വർഷമായി ഞാൻ ഇങ്ങനെ കിടക്കണു. പക്ഷെ വെറും 2 ദിവസം പോയ പോലെ പോലും എനിക്ക് തോന്നുന്നില്ല. കർത്താവിനോട് കൂടുതൽ ആഴപ്പെടാൻ എനിക്ക് സമയം തീരെ പോരാന്ന് മാത്രമാണ് അവൻ്റെ ഉത്തരം കിട്ടാറ്. ഒരിക്കൽ പോലും അവൻ്റെ ജീവിതത്തിൽ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇന്ന് വരെ പറയുന്നതായിട്ട് ഞങ്ങൾ കേട്ടിട്ടില്ല. എപ്പോഴും അവനൊരു പ്രാർത്ഥനാ സഹായം ചോദിക്കുമ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് ചോദിച്ചാൽ അവൻ്റെ ഉത്തരം വിശുദ്ധീകരിക്കപ്പെടാനും പരിശുദ്ധാത്മാവ് നിറയപ്പെടാനും വേണ്ടി മാത്രം പ്രാർത്ഥിച്ചാൽ മതി, നിത്യതയിൽ എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാത്രമാണ് അവൻ പ്രാർത്ഥനാ സഹായം ചോദിക്കാറുള്ളത്. അങ്ങനെ ഓരോ വേദനിക്കുന്ന മക്കളേനെയും അവൻ്റെ അടുത്തേക്ക് വിടുമ്പോൾ അവർക്ക് ആ വേദനയിൽ അവർക്ക് എന്താണ് ഉത്തരം വേണ്ടത് അത് ബൈബിൾ വചനത്തിലൂടെ അവരോട് സംസാരിച്ച് അവർക്ക് എന്ത് വേണം ദൈവവചനത്തിൽ നിന്ന് ദൈവത്തിൻ്റെ നാവിൽ നിന്നും കേൾക്കുന്ന ഓരോ വാക്ക് പോലെ അവനിൽ നിന്നും ഓരോ ഉത്തരം കിട്ടി വേദനിക്കുന്ന ഓരോ മക്കളും തിരിച്ച് സന്തോഷത്തോടെ തിരിച്ചു പോരുന്ന ഓരോ അനുഭവമാണ് ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ എന്നോടൊക്കെ ഇങ്ങനെ ഒരു വേദനിക്കുന്ന ഒരു വ്യക്തി വന്ന് ഓരോ കാര്യം പറയുമ്പോൾ ഞാൻ നേരെ അത് സതീഷിൻ്റെ കയ്യിലേക്ക് വിടും. സതീഷ് എന്താ വെച്ചാൽ അങ്ങനെ കിടക്കുകയാണ്, അവൻ പ്രാർത്ഥനയിലാണ്, ഏത് നേരം പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അവൻ്റെ വീട്ടിലേക്ക് ഞാൻ വഴി പറഞ്ഞ് ഈ വ്യക്തികളെ വിടുമ്പോൾ അവിടെ ഒരു അരമണിക്കൂർ ചെന്ന് അവനെ കണ്ട് തിരിച്ചു പോരുമ്പോൾ പുതിയൊരു വ്യക്തികളായിട്ടാണ് അവർ ഓരോ ആൾക്കാരും തിരിച്ചു പോരുന്നത് ഞങ്ങളുടെ അനുഭവത്തിൽ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഓരോ നിമിഷവും അവനിൽ പ്രത്യാശയാണ്, സ്വർഗം നോക്കിയിട്ടുള്ള ഒരു പ്രത്യാശയാണ് അവനിൽ ഞങ്ങൾ കണ്ടിട്ടുള്ളത്. ഇതുവരെ അവൻ്റെ ജീവിതത്തിൽ അവൻ സഹിക്കുന്ന സഹനം ഒരു സഹനമായിട്ട് അവന് തോന്നാതെ ഒരു വ്യക്തിയെ ഞാൻ അവനിൽ കണ്ടിട്ടുണ്ട്. യേശുവിൻ്റെ സ്നേഹം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുത്തുകൊണ്ട് ഓരോ നിമിഷവും നമ്മളെല്ലാവരെയും ഒരേപോലെ സ്നേഹിക്കാൻ അവൻ്റെ ആ ദൈവിക സ്നേഹം നിറഞ്ഞ ആ വ്യക്തിയിലൂടെ ഞങ്ങൾക്കൊക്കെ അനുഭവപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ഞങ്ങളുടെ കൂട്ടായ്മയിലും അവൻ വന്ന് ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ അവനോടൊരു മധ്യസ്ഥ പ്രാർത്ഥന ചോദിക്കുമ്പോൾ തന്നെ സ്വർഗത്തിൽ നിന്നൊരു ഉത്തരം അത് എത്ര പെട്ടെന്ന് ഞങ്ങൾക്ക് ലഭിക്കണമെന്നുള്ളത് അവനോട് ആ പ്രാർത്ഥന ചോദിക്കുന്ന ഓരോ വ്യക്തികളും പറയാറുണ്ട്. ഒരു മധ്യസ്ഥ പ്രാർത്ഥന അവൻ നടത്തി കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരം എത്ര പെട്ടെന്നാണ് സ്വർഗം തരുന്നതെന്ന് ഞങ്ങൾക്ക് അത്ര വിവരിക്കാൻ പറ്റില്ല. ഏതു നേരം അവനിൽ കണ്ടിട്ട് വേണം, ഞങ്ങൾ യേശുവിൻ്റെ മുഖം അവനിൽ ദർശിച്ചുകൊണ്ടാണ് അവനുമായിട്ടുള്ള ഈ കൂട്ടായ്മയും ഈ ഒരു ശുശ്രൂഷയും മുന്നോട്ട് പോകുന്നത്. ഇത്രയും ഒരു സന്തോഷം ഞങ്ങൾക്ക് അവനെ കാണുമ്പോൾ തന്നെ നമ്മളുടെ എല്ലാ വേദനകളും നമ്മൾ മറക്കണു. അവനിലുള്ള ആ പ്രത്യാശ ഞങ്ങളിലേക്ക് കൂടെ വ്യാപരിക്കുന്നു, അവനിലുള്ള ആ ദൈവിക സ്നേഹം ഞങ്ങളിലേക്ക് കൂടെ വ്യാപരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ഒരു കൂട്ടായ്മയായി യേശുവിൻ്റെ രാജ്യത്തിന് വേണ്ടി ഞങ്ങൾക്കറിയുന്ന രീതിയിൽ അവനോട് ചോദിച്ച് പ്രാർത്ഥിച്ച് അങ്ങനെ ഒരുമിച്ച് മുന്നോട്ട് യേശുവിൻ്റെ രാജ്യത്തിന് വേണ്ടി ഞങ്ങൾ അധ്വാനിക്കുന്നു. അങ്ങനെ ഒരു കൂട്ടായ്മ ഞങ്ങൾക്ക് ഒരുക്കി തന്നു. കർത്താവ് ഒരുക്കി തന്നതിന് എത്ര നന്ദി പറഞ്ഞാലും ദൈവത്തോട് മതിയാവില്ല. ഈ ദൈവ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞാലും മതിയാവില്ല. ഈ ഒരു കൂട്ടായ്മയിലുള്ള ഓരോ സഹോദരങ്ങളെക്കുറിച്ചും ഓരോ ദൈവസ്നേഹത്തിൽ ഓരോരുത്തരും ഓരോ ദൈവസ്നേഹത്തിൽ നിറഞ്ഞ് അവനിലൂടെ പ്രചോദനം കിട്ടിയിട്ടാണ് ഞങ്ങളിങ്ങനെ ദൈവസ്നേഹത്തിൽ ഒരുമിച്ച് മുന്നോട്ട് പോകുന്നത്. സതീഷിനെ കുറിച്ച് അത്രയും പറഞ്ഞാൽ തീരില്ല. ദൈവം ബാക്കി എല്ലാ അനുഗ്രഹവും അവനും നൽകട്ടെ. അവൻ്റെ പ്രാർത്ഥനയിൽ ഉത്തരം ദൈവം നന്മ ചൊരിയട്ടെ. ലോകം മുഴുവൻ അവൻ്റെ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരമുണ്ട്. അതെന്തായാലും അവൻ ലോകം മുഴുവനും വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്, തിരുസഭയ്ക്ക് വേണ്ടി. തിരുസഭ പീഡനം അനുഭവിക്കുമ്പോൾ ഇത്രയും കരഞ്ഞ് പ്രാർത്ഥിച്ച വേറൊരു വ്യക്തി ഉണ്ടോ എന്നുള്ളത് എനിക്ക് സംശയമാണ്. സതീശൻ്റെ ദുഃഖം നിറഞ്ഞ ജീവിതം കടന്നുപോയി, വേദന നിറഞ്ഞ ജീവിതം കടന്നുപോയി. യേശു ഉള്ളിലേക്ക് വന്നപ്പോൾ പ്രത്യാശയുടെ ജീവിതം ഉണ്ടായി. അതാ മുഖത്ത് കാണുന്ന സന്തോഷം. ആ വാക്കുകളിലുള്ള ആത്മാർത്ഥത അതാണ്. ആ വാക്കുകൾക്ക് പരാതികളില്ല, പരിഭവങ്ങളില്ല. എൻ്റെ യേശു എൻ്റെ ഉള്ളിലുണ്ട്. ആ യേശുവിന് വേണ്ടി യേശുവിനെ പ്രതി അനേകരെ യേശുവിലേക്ക് അടുപ്പിക്കുക, ആ ഒരു സ്വപ്നത്തിൽ അദ്ദേഹം തൻ്റെ ശുശ്രൂഷ ഇത് മുൻപോട്ട് നയിക്കുകയാണ്. സതീശൻ്റെ ഉള്ളിൽ യഥാർത്ഥത്തിൽ യേശു ജീവിക്കുന്നു. അതുകൊണ്ട് സതീശൻ പ്രത്യാശയുള്ളവനാണ്. ദുഃഖത്തിനോ വേദനയ്ക്കോ പരാതിക്കോ പരിഭവത്തിനോ സ്ഥാനമില്ല. അദ്ദേഹം സന്തോഷവാനായി തൻ്റെ ജീവിതത്തിൽ എങ്ങനെ യേശുവിനെ അറിയിക്കാൻ പറ്റുമോ അത് അദ്ദേഹം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ പ്രാർത്ഥനാ ഗ്രൂപ്പിലൂടെ ദൈവം ധാരാളം പേരെ അനുഗ്രഹിക്കുമ്പോൾ അതിൻ്റെ തുടക്കത്തിനും അത് മുന്നോട്ട് കൊണ്ടുപോകാനും കാരണക്കാരനായ സതീശനും കുടുംബത്തിനും സമൃദ്ധമായ അനുഗ്രഹം ഉണ്ടാകും. എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും ഓർക്കണം. യേശുവിൻ്റെ യഥാർത്ഥ ശിഷ്യനായി ജീവിക്കുവാൻ തിരുവചനത്തിൽ നിന്ന് അണുവിട വ്യതിചലിക്കാതെ ആ വചനമനുസരിച്ച് ജീവിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകം കൂടിയേ തീരൂ. 1 യോഹന്നാൻ 3:9 പറയുന്നു, ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരുവനും പാപം ചെയ്യുന്നില്ല, ദൈവ ചൈതന്യം അവനിൽ വസിക്കുന്നുവെന്ന്.
അപ്പോൾ ദൈവ ചൈതന്യം നമ്മിൽ വസിച്ചാൽ മാത്രമേ ദൈവവചന പ്രകാരം ദൈവകൽപ്പന പ്രകാരം ജീവിക്കാൻ സാധിക്കൂ. അതുകൊണ്ടാണല്ലോ ഈശോ പറഞ്ഞത് ലൂക്ക 11:13, മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ ദുഷ്ടരായ നിങ്ങൾക്കറിയാമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്ര അധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല എന്ന്. വീണ്ടും എസെക്കേൽ പ്രവാചകൻ്റെ പുസ്തകം 36 27 തിരുവചനം, എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും, അങ്ങനെ നിങ്ങളെ എൻ്റെ കൽപ്പനകൾ കാക്കുന്നവരും നിയമങ്ങൾ പാലിക്കുന്നതിൽ ശ്രദ്ധയുള്ളവരുമാക്കും. അപ്പോൾ വിശുദ്ധ കൽപ്പന അനുസരിച്ച് കർത്താവിൻ്റെ യഥാർത്ഥ ശിഷ്യനായി ജീവിക്കണമെങ്കിൽ കർത്താവിൻ്റെ ആത്മാവ് കൊണ്ട് നിറയണം. അതുകൊണ്ടാണ് കർത്താവ് അപ്പസ്തോല പ്രവർത്തനം 2:39 പറയുന്നു, ഈ വാഗ്ദാനം നിങ്ങൾക്കും നിങ്ങളുടെ സന്താനങ്ങൾക്കും വിദൂരസ്ഥർക്കും നമ്മുടെ ദൈവമായ കർത്താവ് തൻ്റെ അടുക്കിലേക്ക് വിളിക്കുന്ന എല്ലാവർക്കും ഉള്ളതാണ്. ഈ വാഗ്ദാനം നിറയാൻ വേണ്ടിയിട്ടാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അപ്പോഴാണ് 1 സാമുവേൽ 10 തിരുവചനം നമ്മിൽ പൂവണിയുക. കർത്താവിൻ്റെ ആത്മാവ് ശക്തമായി നിന്നിൽ ആവസിക്കും, നീയും അവരോടൊത്ത് പ്രവചിക്കാൻ തുടങ്ങും, മറ്റൊരു മനുഷ്യനായി നീ മാറുമെന്ന്. ആത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന, ദാനങ്ങൾ പുറപ്പെടുവിക്കുന്ന, വരങ്ങൾ പുറപ്പെടുവിക്കുന്ന പുതിയൊരു മനുഷ്യനായി മാറാൻ പരിശുദ്ധാത്മാവോട് നിറയണം. ആ പരിശുദ്ധാത്മാവ് നിറയാൻ നമുക്കെപ്പോഴും പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സങ്കീർത്തനം 115:15, ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. സദാ പുഞ്ചിരിക്കുന്ന, വചനം പറയുന്ന, ദൈവസ്നേഹത്തെ വർണ്ണിക്കുന്ന അത്ഭുത വ്യക്തിത്വമാണ് സതീഷ്. ഇത്തരം മനുഷ്യരാണ് ശപിച്ചു തള്ളുന്ന നിസാര സഹനങ്ങൾക്ക് നമ്മൾക്ക് ലഭിക്കാവുന്ന യഥാർത്ഥ ഉത്തരം. ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇവരെ പോലുള്ളവർ ചുറ്റുമുണ്ട് എന്നതാണ് നമ്മുടെ ആത്മീയ ചാഞ്ചല്യങ്ങളെ പിഴുതെറിയാൻ ശക്തി പകരുന്നത്. സതീഷ് ഒരു ചൂണ്ടുപലകയാണ്, ദിശ തെറ്റിക്കാത്ത ചൂണ്ടുപലക. അപ്പോൾ തന്നെ അവർക്ക് ഡോക്ടറിന് ഭയങ്കര സംശയമായി, എന്തായിരിക്കും അങ്ങനെയൊന്നും വ്യക്തമാവുന്നില്ലല്ലോ എന്ന്. അപ്പം പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്യാം, അവസാനം എന്തായാലും FNAC എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട്, TB കൺഫേം ആകണേ, അപ്പോൾ അത് ചെയ്തു നോക്കാമെന്ന് പറഞ്ഞു. അടിമാലിൽ കാണിച്ചു, കൊച്ചിന് കുഴപ്പമൊന്നുമില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. ENT ഡോക്ടറെ കാണിച്ചപ്പോൾ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ഞാൻ തരുന്ന മരുന്ന് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. അത് കഴിച്ചു. ഒരാഴ്ചയായിട്ടും അവളുടെ തൊണ്ടയ്ക്ക് പ്രശ്നം മാറുന്നില്ല. കഴുത്തിൻ്റെ അവിടെ ഒരു ചെറിയൊരു കുരു വന്നിട്ട് അതിനുവേണ്ടി പ്രാർത്ഥിക്കണം, പ്രാർത്ഥിച്ചാൽ മാറാം എന്നൊക്കെ നമുക്ക് അത് ചിരിയാണ് വന്നത്.